ഹായ് കൂട്ടുകാരെ, എക്സൽ വിൻസീസിന്റെ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ഞായറാഴ്ച പൽക്കാലം ദൈവം നമുക്ക് ദാനമായി തന്നു. സൺഡേ സ്കൂൾ പഠിക്കാനായി കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ തുടങ്ങാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു ഞായറാഴ്ചയുടെ പൽക്കാലം ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സൺഡേ സ്കൂളിനെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഇവിടെ പഠിക്കുന്ന പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണം. അനുസരണത്തിലും ദൈവഭയത്തിലും കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണം. ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. യേശുവിൻ നാമം തന്നെ. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഏത് പാട്ടാ നിങ്ങക്ക് വേണ്ടേ? ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? ഇംഗ്ലീഷ് മതി ഇന്നല്ലേ. ഓക്കെ, ഇന്ന് നമുക്കൊരു ഇംഗ്ലീഷ് പാട്ട് പഠിക്കാം. റെഡിയാണോ എല്ലാരും? ഓക്കെ, ആന്റി ആദ്യം പറഞ്ഞു തരാം, നിങ്ങൾ ചേർന്ന് പറയണം കേട്ടോ. ദിസ് ഈസ് ദ ഡേ. പറഞ്ഞേ, ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ that the Lord hath made. പറഞ്ഞേ, that the Lord hath made. We will rejoice. We will rejoice and be glad in it. And be glad in it. Okay? ആ നാല് പേര് പാടി നോക്കാം. This is the day. This is the day that the Lord hath made. That the Lord hath made. We will rejoice, we will rejoice and be glad in it, and be glad in it. പഠിച്ചോ? ഒന്നുകൂടെ പാടാം. This is the day, this is the day that the Lord hath made, that the Lord hath made. We will rejoice, we will rejoice and be glad in it, and be glad in it. പഠിച്ചോ? അതിന് അടുത്ത നാല് വരിയും കൂടെ പഠിക്കാം. ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ that the Lord has made. Okay? ചേർന്ന് പാടാം. This is the day, this is the day that the Lord had made, that the Lord had made. We will rejoice, we will rejoice and be glad in it, and be glad in it. This is the day that the Lord has made. We will rejoice and be glad in it. This is the day, this is the day that the Lord has made, that the Lord has made. ഒന്നുകൂടെ എല്ലാവരും ചേർന്ന് പാടിക്കേ. This is the day, this is the day that the Lord had made, that the Lord had made. We will rejoice, we will rejoice and be glad in it, and be glad in it. This is the day that the Lord hath made. We will rejoice and be glad in it. This is the day, this is the day that the Lord has made, that the Lord has made. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച പഠിച്ച പാഠങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തേ, ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിനെ പറ്റിയാ പഠിച്ചേ അല്ലേ? ആദ്യ മാതാപിതാക്കന്മാർ ആരൊക്കെ ആയിരുന്നു? ആദാമും ഹൗവയും അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? ഈ ആദ്യ മാതാപിതാക്കൾ ദൈവത്തോട് ഒരു അനുസരണക്കേട് കാണിച്ചു, അതിനെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ എല്ലാരും? ഇന്ന് നമ്മൾ ആദ്യ മാതാപിതാക്കള് അനുസരണക്കേട് കാണിച്ചതിനെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പപ്പയും മമ്മിയും ഇഷ്ടമാണോ? ആണോ? പപ്പയ്ക്കും മമ്മിക്കും നിങ്ങളെ ഇഷ്ടമാണോ? ആണല്ലേ? എങ്ങനെയാ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലായേ? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പപ്പയും മമ്മിയും മേടിച്ചോണ്ട് തരും അല്ലേ?
ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചോണ്ട് തരും അല്ലെ. അതുപോലെ തന്നെ പപ്പയുടെയും അമ്മയുടെയും കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടാറുണ്ടോ? എപ്പോഴൊക്കെ അടിയൊക്കെ കിട്ടുന്നേ? പഠിക്കാൻ പറയുമ്പോ പഠിക്കാത്ത പടി കിട്ടും. എന്തെങ്കിലും അനുസരണക്കേടും കുരുത്തക്കേടും ഒക്കെ കാണിക്കുമ്പോ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങള് നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്ക് അടി കിട്ടും അല്ലെ. നല്ല ചൂരലിന് നല്ല അടി കിട്ടും അല്ലെ. അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട് അല്ലെ. ആര് തെറ്റ് ചെയ്താലും എന്തുണ്ട്? അവർക്ക് അതിന്റെ ശിക്ഷ തരും ഇല്ല. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിക്കും. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ തെറ്റ് ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? നമ്മളെ ശിക്ഷിക്കും. ഒരിക്കൽ ദൈവത്തിന്റെ മക്കളായ ദൈവം സൃഷ്ടിച്ച ആദാമും ഹൗവയും ആദിമ മനുഷ്യനായ ആദാമും ഹൗവയും എന്ത് ചെയ്യുന്നറിയാമോ? അനുസരണക്കേട് കാണിച്ചപ്പോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് നല്ല ശിക്ഷ കൊടുത്തു. അതായിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആദ്യത്തെ മനുഷ്യരാരൊക്കെയായിരുന്നു? ആദാമും ഹൗവയും അല്ലെ. അവർക്ക് ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ആ തോട്ടത്തിന്റെ പേരെന്തുവായിരുന്നു? ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ എന്തുവായിരുന്നു ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത? അവിടെ ഇഷ്ടം പോലെ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ വൃക്ഷങ്ങളിൽ എന്തുണ്ടായിരുന്നു? ഫലം ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓറഞ്ച് ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ഫലങ്ങള് അവിടെയുള്ള വൃക്ഷങ്ങളിൽ ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും ഈ ആദാമിനും ഹൗവയ്ക്കും പറിച്ചു തിന്നാമായിരുന്നു. അവരുടെ ഇഷ്ടം അനുസരിച്ച് എപ്പം വേണമെങ്കിലും പറിച്ചു തിന്നാമായിരുന്നു അല്ലെ. അതിനുള്ള പെർമിഷൻ ആര് കൊടുത്തിരുന്നു? ദൈവം കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലങ്ങള് പറിച്ചു തിന്നാം. പക്ഷെ ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്തോ പറഞ്ഞെന്നറിയാമോ? ആ തോട്ടത്തിന്റെ നടുവില് 2 വൃക്ഷങ്ങളുണ്ട്. നന്മ തിന്മകളെ കുറിച്ചും അറിവിന്റെയും ഉള്ള 2 വൃക്ഷങ്ങളുണ്ടായിരുന്നു. എന്തിനെ പറ്റിയാന്നറിയാമോ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം. എന്താ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുതെന്ന് ആര് പറഞ്ഞു? ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു. ബാക്കി എല്ലാ ഫലങ്ങളും എല്ലാ പഴങ്ങളും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷങ്ങളുടെ ഫലം തിന്നാൻ പാടില്ല. ആ 2 വൃക്ഷത്തിന്റെ പ്രത്യേകത എന്തുവായിരുന്നു? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. കേട്ടോ? ഇങ്ങനെ ഇരുന്ന് അവര് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഹൗവ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ തോട്ടത്തിൽ കൂടി നടക്കാനിറങ്ങി. തോട്ടത്തിൽ കൂടി ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഹൗവ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു സൂത്രക്കാരനായ പാമ്പ് ഇങ്ങനെ എഴിഞ്ഞ് ഹൗവയുടെ അടുത്ത് വന്നു. അപ്പം പാമ്പിനറിയാം ദൈവം ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പൊ ഈ കൗശലക്കാരനായ പാമ്പ് എന്തെന്നറിയാമോ? ഹൗവയോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തിന്നാം. ഇത് തിന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളും ദൈവത്തെ പോലാവും. ഇത് തിന്നെന്ന് പറഞ്ഞ് നിങ്ങൾ മരിച്ചൊന്നും പോകത്തില്ല. നിങ്ങളും ദൈവത്തെ പോലാവും. അതുകൊണ്ട് എന്താ, അത് പറിച്ചു കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് ഇങ്ങനെ ഹൗവയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഹൗവയ്ക്ക് അത് കേട്ടപ്പോ ഹൗവയ്ക്ക് ഒരു ആഗ്രഹം തോന്നി. എന്നാ പിന്നെന്താ, പഴം പറിച്ചെന്നാ പിന്നെ ദൈവത്തെ പോലെ ആകത്തില്ലേ? നല്ലല്ലേ, നല്ലേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹൗവ എന്ത് ചെയ്തു? പെതുക്കെ ആ പഴം അങ്ങ് പറിച്ച് ഹൗവ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? എന്നാ ആദാമിന് കൊടുക്കാന്ന് പറഞ്ഞ് ആദാമിന് വേണ്ടി വെച്ചിട്ട് എന്നിട്ട് ആദാമിനെ കൊണ്ട് കഴിപ്പിച്ചു. കേട്ടോ? എന്താ ചെയ്തെന്ന് ഓർത്തു നോക്കി. യേശുപ്പച്ചൻ ദൈവം പറഞ്ഞതാ അത് കഴിക്കരുതെന്നല്ലേ. ദൈവം എന്തുവായിരുന്നു അവരോട് പറഞ്ഞേ? നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും കഴിക്കാം, എല്ലാ പഴങ്ങളും കഴിക്കാം. പക്ഷെ എന്ത് കഴിക്കാൻ പാടില്ല? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷമുണ്ട്, അതിൽ നിന്നുള്ള ഫലം കഴിക്കാൻ പാടില്ല. അത് കഴിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മരിക്കും. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷേ രാവിലെ ഹൗവ അമ്മച്ചി നടന്നു വന്നപ്പം ഈ പാമ്പ് വന്ന് എന്ത് പറഞ്ഞു? അത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, മരിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് കേട്ട് ഹൗവ എന്ത് ചെയ്തു? ഹൗവ അത് പറിച്ച് ടേസ്റ്റ് ചെയ്തു. അപ്പൊ കഴിച്ചു നോക്കിയപ്പോ എന്താ? നല്ലതാ, സൂപ്പറാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്തു? ഹൗവ അമ്മച്ചി കുറച്ച് കഴിച്ചിട്ട് ആദാമിനും കൂടെ വെച്ചിരുന്ന് ആദാമിനും കൊടുത്തു. 2 പേരും കഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമോ? അവരുടെ കണ്ണ് തുറന്നു. അത്രയും നാൾ അവരെന്തുവാ
തേജസിന്റെ വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഇത്രയും നാൾ അവരെന്തോ എങ്ങനത്തെ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്? ദൈവം അവർക്ക് തേജസിന്റെ വസ്ത്രമായിരുന്നു ധരിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ ഫലം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തോ അവര് നഗ്നരാണെന്ന് അവർക്ക് തോന്നി. അവർക്ക് എന്ത് തോന്നി? ഈ ഫലം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി അവർ നഗ്നരാണെന്ന് തോന്നി. ആ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയുമോ? അവർക്ക് അങ്ങ് നാണം വന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയുമോ? അവിടെയുള്ള ആ മരത്തിന്റെ ഒരു അത്തിമരത്തിന്റെ അടുത്ത് ചെന്നിട്ട് അത്തിയില കൊണ്ട് അത്തിയില തുന്നി അവരെന്ത് ചെയ്തു? ഒരു ഉടുപ്പങ്ങ് ഉണ്ടാക്കി. അവരെന്ത് ചെയ്യുന്നറിയാമോ? അത്തിയില കൊണ്ട് ഒരു ഉടുപ്പങ്ങ് ഉണ്ടാക്കി. രണ്ടുപേരും ഉടുപ്പുണ്ടാക്കി. പക്ഷെ ഈ ഇലയൊക്കെ വാടിപ്പോകത്തില്ലേ വെയിൽ കൊള്ളുമ്പോ? എന്ത് ചെയ്യുന്നറിയാമോ? വെയിൽ കൊണ്ട് ഈ ഇലയെല്ലാം വാടിപ്പോയി. വൈകിട്ടായപ്പോഴത്തേക്ക് അവരെങ്ങനെ എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ കീഴിൽ ഒളിച്ച് ദൈവം നടക്കാനിറങ്ങിയപ്പോ ദൈവം ആദാമേ ഹൗവേ എന്ന് വിളിച്ചു. എന്ത് ചെയ്തു? ദൈവം വൈകുന്നേരം ആയപ്പോ ആ തോട്ടത്തിൽ വന്നു ആദാമേ ഹൗവേ എന്ന് വിളിച്ചു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് പാപം ചെയ്തു പോയില്ലേ? ദൈവം പറഞ്ഞില്ല തിന്നരുതെന്ന് പറഞ്ഞ ഫലമല്ലേ അവര് കഴിച്ചേ. അന്നേരം അവർക്ക് എന്ത് ചെയ്തു? കുറ്റബോധം ഉണ്ടായി. അവര് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന പറയുമ്പോ ഒരു മരത്തിന്റെ ഇലയുടെ കീഴിൽ ഒളിച്ചു. അങ്ങനെ ഒളിച്ചിങ്ങനെ നിന്നപ്പോ അവസാനം എന്ത് ചെയ്തു? ദൈവം വീണ്ടും വിളിച്ചു, ആദാമേ ഹൗവേ എന്ന് വിളിച്ചു. അപ്പം അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവർക്ക് ദൈവം വിളിച്ചപ്പം പോകാനൊരു മടിയായിരുന്നു. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്തു? ദൈവം വിളിച്ചല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസത്തെ പോലെ അന്നും വെയിലാറിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഏതൻ തോട്ടത്തിൽ വന്ന് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആദാമിനെയും ഹൗവയും വിളിച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവര് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ അടുത്ത് ഇറങ്ങി വരാൻ ഇവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി അല്ലേ? അവർക്ക് നാണക്കേട് തോന്നി. എങ്ങനെ അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? ഇല്ലേ? അവരിങ്ങനെ പേടിച്ച് വിറച്ച് മരത്തിന്റെ ഇലയുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. എന്നിട്ട് പിന്നെയും ദൈവം വിളിച്ചു, ആദാമേ ഹൗവേ എന്ന് വിളിച്ചപ്പോ അവരിറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ അനുസരണക്കേട് കാണിച്ചില്ലേ? അനുസരണക്കേടിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം അവരെ ശിക്ഷിച്ചു. ആദാമിനെ ശിക്ഷിച്ചു, ഹൗവയെ ശിക്ഷിച്ചു, പാമ്പിനെ ശിക്ഷിച്ചു. എങ്ങനെയാ ശിക്ഷിച്ചേ? ഏതൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. എന്നിട്ട് ദൈവം അവിടെ ആരെ ആക്കിയെന്നറിയാമോ? ഏതൻ തോട്ടത്തിന് കാവലാക്കി? ദൈവത്തിന്റെ ദൂതനെ കാവൽക്കാരാക്കി. ആദാമിനെയും ഹൗവയെയും പാമ്പിനെയും ദൈവം എന്ത് ചെയ്തു? ശിക്ഷിച്ചു. എന്തിന്റെ ഫലമാ? അവര് ചെയ്ത അനുസരണക്കേടിന്റെ ഫലമായിട്ട് പാമ്പിനെയും ആദാമിനെയും ഹൗവേനെയും ദൈവം ശിക്ഷിച്ചു. അത്രയും നാളവർക്ക് എന്തുവായിരുന്നു? സന്തോഷമല്ലായിരുന്നു. ഇഷ്ടമുള്ളത് പറിച്ചു തിന്നാം, ഇഷ്ടമുള്ളതെടുത്ത് പോയിരിക്കാം, എന്ത് വേണേലും ചെയ്യായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ദൈവം പറഞ്ഞു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവര് പാമ്പ് പറയുന്നതായിട്ട് അത് കഴിച്ചില്ലേ? അത് കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ തേജസ് മാറി. അവരുടെ മേലുണ്ടായിരുന്ന ആ തേജസിന്റെ വസ്ത്രമായിരുന്നു അവർ അത്രയും നാൾ ഉടുത്തിരുന്നേ. അത് അവര് തിരിച്ചറിഞ്ഞു. തേജസ് മാറി. അവര് നഗ്നരാണെന്ന് അവർക്ക് തോന്നി അല്ലേ? അവര് നഗ്നരാണ് അവർക്ക് തോന്നിയിട്ട് അവിടുത്തെ അത്തിയില കൊണ്ട് അവരൊരു ഉടുപ്പ് തുന്നി ഉണ്ടാക്കി. പക്ഷെ വെയിലടിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഉടുപ്പൊക്കെ വാടിപ്പോയി. എന്നിട്ട് ലാസ്റ്റ് അവരെന്ത് ചെയ്തു? അവരൊളിച്ചവിടിരുന്നു. ദൈവം വന്ന് വിളിച്ചപ്പോ പേടിച്ച് വിറച്ച് അവിടെ ഒളിച്ചിരിക്കുക അല്ലെ? എത്ര നേരം അങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും അല്ലെ? ദൈവം ഒന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അവരിറങ്ങി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ദൈവം അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തു. പക്ഷെ അവർക്ക് വേണ്ടി ഒരു ഉടുപ്പ് ദൈവം കൊടുത്തു. മൃഗത്തിന്റെ തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ എന്തോ പഠിച്ചേ? അനുസരണക്കേടിന്റെ ഫലം ഇല്ലേ? എത്ര ഭയങ്കരമാല്ലേ? അപ്പൊ നമ്മള് അനുസരണക്കേട് കാണിക്കാൻ പാടുണ്ടോ? നമ്മൾ ദൈവത്തെയും നമ്മുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യണം? അനുസരിക്കണം. അവരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുത്തോളൂ, ദൈവം പറഞ്ഞു തരുത്തോളൂ ഇല്ലേ? നമ്മളപ്പം അനുസരണയുള്ള കുഞ്ഞുങ്ങളായി, നല്ല കുഞ്ഞുങ്ങളായി നമ്മൾ എപ്പോഴും വളർന്നു വരുവാൻ ഇടയാകും. അപ്പൊ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കഥ പഠിച്ചോ? കഥ മനസ്സിലായെന്ന് ആന്റി അറിയണ്ടേ? അപ്പൊ ചോദ്യം ചോദിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം ഏത്? തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം ഏത്? ഒന്നുകൂടെ പറയാം. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം ഏതായിരുന്നു? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഏതായിരുന്നു?
നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. അതെവിടെയായിരുന്നു? തോട്ടത്തിന്റെ നടുവിൽ. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ചോദ്യം. അറിവിന്റെ വൃക്ഷഫലം തിന്നുവാൻ ഹൗവയെ പ്രേരിപ്പിച്ചത് ആര്? ആരാണ് ഹൗവയെ പ്രേരിപ്പിച്ചേ? ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആരായിരുന്നു? പാമ്പ്. ആരായിരുന്നു? പാമ്പ്. കൗശലക്കാരനായ പാമ്പ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. അറിവിന്റെ വൃക്ഷഫലം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് ആരോട് പറഞ്ഞു? അറിവിന്റെ വൃക്ഷഫലം നീ തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. ആരോട് പറഞ്ഞു? പാമ്പ് ഹൗവയോട് പറഞ്ഞു. അടുത്ത നാലാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെയും ഹൗവയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? ഒന്നുകൂടെ പറയാം. എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെയും ഹൗവയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? എന്തുകൊണ്ടായിരുന്നു? അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്. എന്തുകൊണ്ടായിരുന്നു? അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്. എന്ത് അനുസരണക്കേട് അവര് കാണിച്ചേ? തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം കഴിക്കരുതെന്ന് അവരോട് പറഞ്ഞായിരുന്നു അല്ലെ? പക്ഷെ അവരെന്ത് ചെയ്തു? അവരത് കഴിച്ചു. എങ്ങനെ? സാത്താൻ അവരെ പ്രേരിപ്പിച്ചു. സാത്താൻ ഹൗവയോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, കഴിച്ചോ, ഇത് കഴിച്ചാല് നിങ്ങൾ ദൈവത്തെ പോലെയാണ്, നിങ്ങൾ മരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹൗവയ്ക്ക് എന്ത് തോന്നി? എന്നാ കഴിച്ചേക്കാന്ന് പറഞ്ഞോണ്ട് ഹൗവ അത് പറിച്ചു കഴിച്ചു, ആദാമിന് കൊടുത്തു. അപ്പൊ അവർക്ക് എന്ത് തോന്നി? എന്ത് പറ്റി? അന്നേരം അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അവര് നഗ്നരായെന്ന് അവർക്ക് തോന്നി അല്ലെ? അവര് അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കി. പക്ഷെ അതെന്ത് പറ്റി? അത് വാടിപ്പോയി അല്ലെ? പക്ഷെ അവസാനം അവർക്ക് ദൈവം മൃഗത്തിന്റെ തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു അല്ലേ? ദൈവത്തിന് സ്നേഹമുണ്ട്. ശിക്ഷിച്ചാലും എന്തുവാ? ദൈവം കാരുണ്യവാനാ അല്ലെ? ദൈവം സ്നേഹവാനാ അല്ലെ? ആവശ്യം അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മള് ദൈവത്തോടും നമ്മുടെ മാതാപിതാക്കളോടും എല്ലാം അനുസരണയുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ വളർന്നു വരണം. അപ്പൊ ഇന്നത്തെ മനപ്പാഠവാക്യം നമുക്ക് പഠിക്കാം. ഓക്കെ. ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യം എഫേസ്യർ 6:1. എഫേസ്യർ 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ചേർന്ന് പറഞ്ഞേ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ഒന്നൂടെ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അപ്പം ഇന്നത്തെ മനപ്പാഠവാക്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറഞ്ഞേ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. എഫേസ്യർ 6:1. അപ്പൊ ഇന്നത്തെ നമ്മുടെ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഏതാ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മനപ്പാഠം ഒന്നുകൂടെ പറഞ്ഞേ. എഫേസ്യർ 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അപ്പോൾ ഇന്നത്തെ കഥയും ഇന്നത്തെ വാക്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധത്തിനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പഠിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അതുപ്രകാരം അനുസരണമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ജീവിപ്പാൻ തക്കണമേ ഞങ്ങളെ ഒരുക്കണമേ. അനുസരണത്തിലും ദൈവഭയത്തിലും ആയിത്തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന പഠനകാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ പഠിച്ച പാട്ടുകൾ ദൈവവചനം എല്ലാം അങ്ങയുടെ നാമത്തിനായി തീരുവാൻ സ്വർഗം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.